ഫ്രെയിം ടു ഫ്രെയിം ഇവർ ചെക്ക് ചെയ്യും. ഓരോ ഫ്രെയിം നിർത്തിയിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടോ, ദൂരെ ഇരിക്കുന്ന TV സൂം ചെയ്യുമ്പോൾ അതിനകത്ത് കാണിക്കുന്ന ക്രിക്കറ്റ് മാച്ച് നമുക്ക് റൈറ്റ്സ് ഉള്ളതാണോ, ഇതൊരു ടെക്നിക്കൽ സൈഡിൽ പ്രോബ്ലം പോകും. അല്ലാതെ ഈ ഓഡിയൻസിന്റെ വ്യൂയിങ് എങ്ങനെയാന്നുള്ളത്, ഫോർ എക്സാമ്പിൾ ഒരു പരിധിക്ക് അപ്പുറം വൈഡ് സമ്മതിക്കത്തില്ല, ഫ്ലെയേഴ്സ് സമ്മതിക്കത്തില്ല. ഫോണാണെങ്കിൽ വാട്സാപ്പിന്റെ ഇന്റർഫേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ഫോൺ നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, കാറിന്റെ നമ്പർ യൂസ് ചെയ്യാൻ പറ്റില്ല. ക്യാരക്ടേഴ്സ് ആയിട്ട് കണക്ട് ആയി ക്യാരക്ടേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഇത് പോകും എന്നുള്ളത്, കണ്ടുകൊണ്ടിരുന്നുള്ളൂ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കോൺഫിഡൻസ്. ആ ഇമോഷണൽ കണക്ട് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. ഇത് ഡിലേ ആണ്. ഇത് 2024 ഇറങ്ങേണ്ട സീരീസ് ആണ്. ഇത് നമ്മൾ ഷൂട്ട് ചെയ്തത് എപ്പോഴും, നമ്മൾ കഴിഞ്ഞ 2024 ജാനുവരിൽ ഷൂട്ട് ചെയ്ത് തീർന്നതാണ്. ചില എപ്പിസോഡിൽ ആ ചെറിയ വലിക്കൽ വന്നിരിക്കുന്നത് ഒരു 5 മിനിറ്റ് ചുമ്മാ കളയായിരുന്നു എപ്പിസോഡിലൊക്കെ. പക്ഷെ ആ 30 മീറ്റ് ചെയ്യണം എന്നുള്ളൊരു റിക്വയർമെന്റ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് പേഴ്സണലി അതൊരു കേക്ക് തോന്നിയായിരുന്നു. സൈഡ് ട്രാക്ക് ആയിട്ട് കഥ കംപ്ലീഷൻ സംഭവിക്കുകയും മറ്റേ ആളുടെ പരിപാടി എങ്ങും ഇല്ലാതായി പോവുക എന്നുള്ള അത് അങ്ങനെ തന്നെ പിടിക്കാൻ തീരുമാനിച്ചതാണ്. അടുത്തത് ത്രില്ലറാണ്. ത്രില്ലർ ആസ് ഇൻ ജോണർ ഷിഫ്റ്റ് ഉള്ള കഥയാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു. സംവിധായകൻ വിഷ്ണു ജി രാഘവാണ് ദ ക്യൂസ്റ്റ് എഴുതുന്നതിൽ. നമസ്കാരം. ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ഏറ്റവും പുതിയ ഒറിജിനൽ സീരീസ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ റിലീസായി. നമ്മളിപ്പോൾ ഏതാണ്ട് ഒരാഴ്ചക്കകം ആണ് നമ്മൾ സംസാരിക്കുന്നത്. അതിന് തന്നെ കൺഗ്രാറ്റ്സ്. ഇപ്പോൾ വാശി തിയേറ്ററിൽ സ്വീകരിക്കപ്പെട്ട് നല്ല വർക്കായിരുന്നു. അതിനുശേഷം ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ വരുന്നപ്പോഴും ഭയങ്കര റിലേറ്റബിൾ ക്യാരക്ടേഴ്സാണ്, റിലേറ്റബിൾ ഹ്യൂമറാണ്, റിലേറ്റബിൾ ലൈഫ് സിറ്റുവേഷനാണ്. പേഴ്സണലി എനിക്കും ഭയങ്കര രസമായിട്ട് പോയൊരു സീരീസ് ആയിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിൻ്റെ ഒരു ഫൈനൽ ഡബും ഔട്ട്പുട്ടും ഒക്കെ കഴിഞ്ഞിട്ട് വിഷ്ണുവിനൊരു പെർസെപ്ഷൻ ഉണ്ടാവില്ല, ഓക്കെ ഇന്ന ഏരിയയിൽ വർക്കാവും, ഇന്ന ഏരിയയിൽ രസമാവും എന്നൊക്കെ ഒരു സംഭവം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റിലീസ് കഴിഞ്ഞിട്ടൊരു ഓഡിയൻസ് പെർസെപ്ഷനും കൂട്ടുന്നില്ല, ഓഡിയൻസിൻ്റെ ഒരു ഫീഡ്ബാക്ക്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? നമ്മുടെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആണോ? ജഡ്ജ്മെന്റ് കറക്റ്റ് ആണ്. പക്ഷേ ഞാൻ പേടിച്ചുകൊണ്ടിരുന്നത് ഇതിനകത്ത് അങ്ങനെ ഒരുപാട് ഫ്രഷ്നെസ് ഒന്നും നമുക്ക് അവകാശപ്പെടാനില്ല. അപ്പൊ ആദ്യത്തെ എപ്പിസോഡ് കഴിയുന്ന ആൾ 6ാമത്തെ എപ്പിസോഡ് എത്തുമെന്ന് എനിക്കറിയില്ല. അത് റിവ്യൂ ഒരു ഫീഡ്ബാക്ക് കിട്ടിയാലേ അറിയാവുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുമോ, അത് എനിക്ക് ഒരു ഐഡിയ. എന്താണ് റിലീസായി ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു കിക്ക് കിട്ടിയത് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഒരു വെളുപ്പിന് ഒരു 3:30 മുതൽ 5 മണി വരെയുള്ള ഗ്യാപ്പിൽ ഇഷ്ടം പോലെ വന്നിരിക്കുക. അപ്പൊ ഞാൻ അതിനകത്തുള്ള അവരൊക്കെ അഭിപ്രായം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിലൊക്കെ ഉപരി ഇവരിത് ഒറ്റ സ്ട്രെച്ചിന് കണ്ടു തീർത്തു എന്നുള്ളതാണ് എനിക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ടേക്ക് അവേ. അപ്പൊ ആ പേടി എനിക്കുണ്ടായിരുന്നു. ആൾക്കാർ ഇത് കണക്റ്റ് ആവുമോ, ഇത് മനസ്സിലാവുമോ, ഇത് എല്ലാവർക്കും വീട് മണി എന്ന് പറയുന്ന ഇമോഷൻ കിട്ടുമോ, അല്ലെങ്കിൽ ഈ നീരജിന്റെയും ഗൗരിയുടെയും ക്യാരക്ടറിന്റെ റൊമാൻസ് ഇവർക്ക് കണക്റ്റ് ആവുമോ, അറിയില്ലായിരുന്നു. നമുക്ക് പേഴ്സണലി അത് വർക്ക് ആവുന്നുണ്ട്, പക്ഷെ ഓഡിയൻസിന് ഇത് കിട്ടുമോ ഇല്ല എന്നുള്ളത് സാറ്റിസ്ഫാക്ഷൻ ലെവൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല, പക്ഷെ ഹാപ്പിയാണ്. അത് ഞാൻ കണ്ടപ്പോൾ ഇതിലിപ്പോ നമ്മൾ ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിക്കേണ്ട 1 ലൈൻ ഇപ്പൊ ഭയങ്കര ക്രൂഷ്യൽ ആണല്ലോ. അപ്പൊ നമ്മൾ പിച്ചിങ് സ്റ്റേജിലും റൈറ്റിംഗ് സ്റ്റേജിലൊക്കെ എല്ലാവരും കഥ ആലോചിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഓക്കെ ഇത് 5 മിനിറ്റിൽ ഒരാളെ പറഞ്ഞ് വീഴ്ത്തണമെങ്കിൽ ഒരു 1 ലൈൻ വേണം എന്നൊക്കെ ആ രീതിയിലല്ലല്ലോ ഇതിന്റെ പോക്ക്. പക്ഷെ എന്നാലും ഭയങ്കര രസമായിട്ട് ഡ്രാമ വർക്ക് ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കൺഫ്യൂഷൻസും ഇതൊക്കെ. ഇറങ്ങുന്നതിന് മുമ്പാണോ? മുന്നേ പിച്ചിങ് സ്റ്റേജിലൊക്കെ ഈ ക്യാരക്ടേഴ്സ് ആയിട്ട് കണക്ട് ആയി ക്യാരക്ടേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഇത് പോകും എന്നുള്ളത്, കണ്ടുകൊണ്ടിരുന്നുള്ളൂ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കോൺഫിഡൻസ്. ആ ഇമോഷണൽ കണക്ട് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. അത് നീരജിന്റെ ക്യാരക്ടർ മാത്രമല്ല, പപ്പനടക്കം എല്ലാവരും. ഇത് എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ റിലേറ്റബിലിറ്റി ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഇത് പോകും. പക്ഷെ എവിടെയാണ് ഇതിന്റെ എൻഗേജ്മെന്റ് കുറയുന്നത്, എവിടെ കൂടും, അതിപ്പോഴും എനിക്കത് ജനറലൈസ് ചെയ്ത് ഓക്കെ. എനിക്ക് പേഴ്സണലി എൻഗേജ്മെന്റ് കുറയുന്ന ഒരു എപ്പിസോഡുണ്ട്, ലാഗ് ആവശ്യമായി വരുന്നൊരു എപ്പിസോഡുണ്ട്. അപ്പൊ അവിടെ ഇന്റൻഷനലി ലാഗ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ ലാഗ് ആണെന്ന് പറയുന്നുണ്ട് അവര് കുറച്ച് ഏരിയ. അതേ പറയാം, വീട് പണി എന്ന് പറയുന്ന ഒരു ലാഗ്, അത് ലാഗ് കൊടുത്താലേ ആ ഇമോഷൻ ഇതെന്ത് നീണ്ടുപോകുന്നു എന്നുള്ള ഒരു ഇറിറ്റേഷൻ അത് വേണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ പലർക്കും ഈ വീട് പണിക്കകത്ത് ഇറങ്ങി അത് പേഴ്സണലി അനുഭവിക്കുന്നവർക്ക് അത് ഓക്കെയാണ്. അപ്പോൾ ജനറലൈസ് ചെയ്ത് ഈ ഏരിയ വർക്കായില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര വർക്കായ ചില സാധനങ്ങൾ ചില ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. മെജോറിറ്റി ആൾക്കാർക്ക് ഇത് വർക്കായിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ വിളിക്കുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ ചോദിക്കുന്നത് ഇഷ്ടമുള്ള എപ്പിസോഡ് ഏതാ വർക്കാവാത്ത. പലർക്കും പലതാ.
അപ്പം എന്റെ ജഡ്ജ്മെന്റ് അല്ല ഒരു കോമൺ ജഡ്ജ്മെന്റ് എന്നുള്ളത് മനസ്സിലായി. അതിൽ കോമൺ സ്ട്രക്ചറോ അങ്ങനെ ഇല്ല. കോമൺ ഇമോഷണൽ കണക്ട് പലർക്കും ഡിഫറെന്റ് ആണ്. എനിക്കിനകത്ത് പേഴ്സണലി വർക്ക് ആയതും വർക്ക് ആവാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അത് വർക്കായ ആളുകളുണ്ട്, എനിക്ക് വർക്കാവാത്ത കാര്യങ്ങൾ. അവർക്ക് പോയിന്റ്സ് അവിടെ കിട്ടിയിരിക്കുന്നത് ആ ഇമോഷനാണ് കണക്ട് ആയിരിക്കുന്നത്. ആ ഇമോഷൻ എനിക്ക് പേഴ്സണലി കഥയ്ക്ക് വേണ്ടിയുള്ളത്, എനിക്ക് പേഴ്സണലി കണക്ട് അല്ല. ഇത് ഭയങ്കരമായിട്ട് വേരി ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ ഈ റിലേറ്റബിൾ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞത് ഇപ്പൊ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ LUCയിൽ ഒരു 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 പ്രധാനപ്പെട്ട ഫാക്ടർ ഇതിനെ ഡ്രൈവ് ചെയ്യുന്നുണ്ടല്ലോ. അതായത് ഒരു ജനറേഷൻ ഗ്യാപ്പ് അതിന്റെ അതിന്റെ ഒരു പൊളിറ്റിക്സും അതിന്റെ ഒരു ആശയമൊക്കെ അഡ്രസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. അപ്പൊ അതില് ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രസീവ് അല്ലെങ്കിൽ ഫെമിനിസം എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കണ്ണു തള്ളുന്ന ഒരു ജനറേഷൻ ആയിട്ടുള്ളൊരു സംസാരം. അത് നമുക്ക് ഇപ്പോൾ പേഴ്സണലി നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അങ്ങനത്തെ സംസാരം ഒരേ സമയം കോമഡിയാണ്, എന്നാൽ അറ്റ് ദ സെയിം ടൈം ഫ്രസ്ട്രേറ്റിംഗ് ആണ് ചില സമയം. അങ്ങനെ ആ ഒരു ഫാക്ടർ നിങ്ങൾ ഈ സീരീസിൽ പറഞ്ഞു പോകുന്നുണ്ട്. അത് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ അത് ഭയങ്കര ഹ്യൂമറായിട്ടും പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയ വേറൊരു ഒരു ജനറേഷനെ ബ്ലെയിം ചെയ്യാൻ നോക്കുന്നില്ല. കാരണം അത് ഒരു ജനറേഷൻ അങ്ങനെ ആലോചിക്കുന്നു പറഞ്ഞാൽ അവരുടെ അപ്ബ്രിങ്ങിങ്ങിൽ ഉണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ ഒരിക്കലും ബ്ലെയിമിങ് അല്ലല്ലോ അവിടെ ഒരു ഉചിതമായിട്ടുള്ള ഒരു സാധനം. പേഴ്സണലി ഇങ്ങനത്തെ ഇതിൽ കടന്നു പോയിട്ടാണോ ഇങ്ങനത്തെ ഒരു ഫാക്ടർ ഒരു ഡ്രൈവ് ചെയ്യാൻ? ഇല്ല, പേഴ്സണലി ആ അൺലേണിംഗ് സംഭവിച്ചതുകൊണ്ടാണ്. അതായത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ കാഴ്ചപ്പാടുകൾ ചിലപ്പോൾ എനിക്ക് യോജിക്കാൻ പറ്റാത്തതായിരിക്കാം, അവർക്ക് എന്റെ കാഴ്ചപ്പാടുകൾ യോജിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അവിടെ ഒരു ക്യാൻസൽ കൾച്ചറിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഇത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാൻ അൺലേൺ ചെയ്യും, ചിലപ്പോൾ ഒരു പോയിന്റിൽ അവർ അൺലേൺ ചെയ്യും. അപ്പൊ ഈ അൺലേണിങ്ങിന് സ്വാഭാവികമായിട്ട് സമയം കൊടുക്കണം. കാരണം നമുക്ക് പലരും സമയം തന്നത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും മാറിയത്. ഈ സമയം എല്ലാവരും ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ അതുകൊണ്ടാണ് ആരെയും ബ്ലെയിം ചെയ്യണ്ട എന്നുള്ള സ്റ്റാൻഡ് എടുത്തത്. അങ്ങനെ ഇത് ശരി, ഇത് തെറ്റ്, ഈ ശരിയെന്ന് തീരുമാനിക്കാൻ നമ്മളാരും അല്ലല്ലോ. അപ്പൊ അതാണ് ഞാൻ എല്ലാവരുടെയും ലെയേഴ്സ് അത്തരം ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ട് കീപ്പ് ചെയ്യാം എന്ന് തീരുമാനിച്ചത്. പപ്പനും അവസാനമാകുമ്പോഴും പപ്പൻ മാറുന്നൊന്നുമില്ല. ഞാൻ കുറച്ചുകൂടെ ഒന്ന് പപ്പൻ മാറിയിട്ടില്ല എന്ന് മാറ്റം അങ്ങനെ ഒരു സാധനം പിടിച്ചായിരുന്നു. പക്ഷെ അത് എല്ലാവരും പറഞ്ഞത് വിടുക, അത് വേണ്ട, പപ്പനൊരു മാറ്റം ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കട്ടെ എന്നുള്ള. സീൻ ഷൂട്ട് ചെയ്തിരുന്നോ? ഇല്ല, അത് അതൊരു റിയാക്ഷൻ ആണ്. ഒറ്റ റിയാക്ഷനിൽ ഓക്കെ മൊത്തത്തിൽ പപ്പൻ മാറുന്നില്ല, പക്ഷെ മാറി വരുന്ന അത് വിട്ടേക്ക്, അത് വേണ്ട എന്ന ഷൂട്ടിംഗ് സമയത്ത് എല്ലാവരും പറഞ്ഞു അത് അങ്ങനെ ആവണ്ട, പപ്പന്റെ മാറ്റത്തിലൊരു ഭംഗിയുണ്ട്, സിനിമാറ്റിക് ലിബർട്ടി നമുക്ക് അത് പോട്ടെ എന്ന് വെച്ചു. എനിക്ക് പേഴ്സണലി അങ്ങനെ ആരും അങ്ങനെ ഇത്രയും ചെറിയ അളവിൽ മാറുക എന്നുള്ളതല്ലോ, മാറ്റം മാറി തുടങ്ങുന്നു അല്ലെങ്കിൽ മാറണം എന്നുള്ള തോന്നൽ വരുന്നതെന്ന് വലിയ കാര്യം. എവല്യൂഷൻ സംഭവിക്കട്ടെ. അതെ. ഈ വാശി റിലീസ് ആവുന്നത് 2022 3 വർഷം കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ 2025 തുടക്കത്തിലാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. അപ്പൊ ഇപ്പോൾ ഫിലിം മേക്കറിന്റെ കരിയർ എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയറാണ്. കാരണം 3 വർഷത്തിന്റെ ഇടയിൽ ഒരു നെക്സ്റ്റ് വർക്ക് റിലീസ് ചെയ്യിപ്പിക്കുന്നു പറഞ്ഞാൽ നമ്മളൊരു ആസ് എ കരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയറാണല്ലോ. എങ്ങനെയായിരുന്നു ഈ വാശി കഴിഞ്ഞിട്ട്? ഹൗ വാസ് ലൈഫ് ആഫ്റ്റർ വാശി? ഇത് ഡിലേ ആണ്. ഇത് 2024 ഇറങ്ങേണ്ട സീരീസ് ആണ്. ഇത് നമ്മൾ ഷൂട്ട് ചെയ്തത് എപ്പോഴും നമ്മൾ കഴിഞ്ഞ ജനുവരി 2024 ജാനുവരി ഷൂട്ട് ചെയ്ത് തീർന്നതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വർഷം വെബ് സീരീസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പോയി. പോസ്റ്റ് പ്രൊഡക്ഷൻ പോയതല്ല, അത് ബേസിക്കലി ഇവര് ചാർട്ട് ചെയ്യുന്നത് നാഷണൽ സ്പേസില് ബാക്കി എല്ലാ വെബ് സീരീസിന്റെയും കൂട്ടത്തിൽ അങ്ങനെ അവരെ ചാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ചാർട്ട് ചെയ്ത് പിന്നെ ജിയോ അക്വയറിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ മാറി എനിക്കൊരു വർഷം ഓൾമോസ്റ്റ് 9-10 മാസം ലേറ്റ് ആയിട്ടാണ് ഇത് റിലീസ് ആയിരിക്കുന്നത്. അപ്പൊ ആ തരത്തിൽ ഞാനിത് 3 വർഷം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു സമയമാണ്. കാര്യം ഞാൻ ഇത് കഴിഞ്ഞ 2 വർഷം, 2ാമത്തെ വർഷം ഇറങ്ങേണ്ടല്ലേ. ലൈഫ് ആഫ്റ്റർ വാശി എനിക്കറിയില്ല, ഞാനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ മാറ്റങ്ങൾ എന്ന് ഫീൽ ചെയ്യുന്നു. ഇതിനു ശേഷമുള്ള ലൈഫ് എന്ന് ചോദിച്ചാൽ പിന്നെയും കാര്യം ഒരു എങ്ങനെ പറയണ്ടേ, എനിക്ക് റൈറ്റിംഗ് വൈസ് എനിക്ക് ഇതാണ് പേഴ്സണലി എനിക്കിഷ്ടം. ഇതാണ് പറഞ്ഞ ഈ വെബ് സീരീസിനകത്തുള്ള റൈറ്റിംഗ് ആണ് പേഴ്സണലി എനിക്കിഷ്ടം. അപ്പൊ ഇവിടുന്ന് ഇതിനകത്ത് പറ്റിയ പ്രശ്നങ്ങൾ എന്ത് എന്നുള്ള ധാരണയുണ്ട്. അപ്പൊ അടുത്തയിലേക്ക് കയറുമ്പോൾ ഇതിനെ ഇനി എങ്ങനെ നന്നാക്കാന്നുള്ള വാശി ഇങ്ങോട്ട് വരാൻ വലിയ പാടില്ലായിരുന്നു. അപ്പൊ ആ പ്രോസസ്സ് മനസ്സിലുണ്ട്. അല്ലാതെ എനിക്ക് അങ്ങനെ വലിയ മാറ്റം എന്താ സംഭവിക്കാനുള്ളത്. ഇപ്പൊ ഈ വെബ് സീരീസിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ ഇപ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞ സീരീസ് ആവണമെങ്കിൽ ബിഞ്ച് വാച്ച് സ്വഭാവം വേണം. അല്ലെങ്കിൽ ഈ ഓരോ എപ്പിസോഡിന്റെ ടെയിൽ എൻഡിൽ വരുമ്പോൾ അടുത്ത എപ്പിസോഡ് ആ ഒരു ഫാക്ടർ നിലനിർത്തണം എന്നൊക്കെ ഉള്ള ഒരു സാധനമാണല്ലോ. ഇപ്പോൾ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു ത്രില്ലർ സീരീസ് അല്ല, അതിൽ ഭയങ്കര ഈ ഗോർ കാണിക്കുന്നില്ല, ഹൊറർ അല്ല, അങ്ങനത്തെ ഒരു ഭയങ്കര എഡ്ജ് ഓഫ് ദ സീറ്റ് നിൽക്കുന്ന ഒരു ഘടകമല്ല, ഒരു ഡ്രാമ സീരീസാണ് ഇത്. സിനിമയ്ക്ക് വേണ്ടി എഴുതുന്ന ഒരു
ഇതായിരുന്നോ അതോ നേരിട്ട് എഴുത്ത് ഘട്ടത്തിൽ തന്നെ വെബ് സീരീസ് എന്നുള്ള ഐഡിയ തന്നെയായിരുന്നു? ഇത് ആക്ച്വലി ഇനീഷ്യലി ഇത് സിനിമ തന്നെയായിരുന്നു. വെബ് സീരീസിലേക്ക് മാറ്റാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അത് കൃത്യമായി ഇത് ഒരു സ്ലോട്ടിൽ വീണതാണ്. ഇത് സിനിമയായിട്ട് എഴുതുന്ന സമയത്ത് ഈ ക്യാരക്ടേഴ്സ് എല്ലാവരും എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അച്ഛൻ അമ്മ ക്യാരക്ടേഴ്സ്, പപ്പന്റെ അമ്മ, കോൺട്രാക്ടർ. അപ്പൊ ഞാൻ ഇതിനെ ഒരു 120 പേജസിനുള്ളിൽ എങ്ങനെ ഒതുക്കാം എന്നുള്ളത് ഞാൻ വിട്ടു. ഞാൻ അങ്ങ് എഴുതിയപ്പോൾ ഇത്രയും ഉണ്ട് ഡ്യൂറേഷൻ. അപ്പം ഒരു റോം കോം ഒരിക്കലും ഒരു 2.5-2.25 മണിക്കൂറിലേക്ക് വരേണ്ട കാര്യമില്ല. അപ്പം ഞാൻ കുറേ എടുത്ത് മാറ്റി എനിക്ക് പിക്ക് ചെയ്ത് വേറൊരു ചെറിയ ഡ്രാഫ്റ്റ് ആക്കി. അപ്പം ആ ഡ്രാഫ്റ്റിൽ എനിക്ക് സന്തോഷമില്ല. കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്ന കുറേ സീനുകൾ, എനിക്ക് ഇഷ്ടമുള്ള കുറേ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെ പോയി. പക്ഷെ അത് സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്ന സമയത്താണ് ഇത് വെബ് സീരീസ് പിച്ച് ചെയ്യാന്നുള്ളൊരു സ്പേസ് കിട്ടുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചത് ഡെഫിനറ്റ്ലി 2 കാര്യങ്ങൾ. ഒന്ന്, വെബ് സീരീസിൽ റോം കോം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം എല്ലാവരും, അതെന്റെ കോളാണ്. കാര്യം ഞാൻ ഊഹിക്കുന്നു, ആ സമയത്ത് ഞാൻ ഊഹിച്ചു എല്ലാവരും ത്രില്ലർ എന്നുള്ള രീതിയിലേക്ക് പോയേക്കാം. വൈ നോട്ട് എ റോം കോം? പിന്നെ എനിക്ക് പേഴ്സണലി ഞാൻ ഈ കളഞ്ഞ പരിപാടികൾ തിരിച്ചു വയ്ക്കുക എന്നുള്ളൊരു സ്പേസ് കിട്ടും. അങ്ങനെ അപ്പൊ എനിക്ക് വെബ് സീരീസിലെ ഹോട്ട്സ്റ്റാറിലേക്ക് പിച്ച് ചെയ്യുമ്പോൾ അവർക്ക് കുറെ ഡെലിവറബിൾസ് ഉണ്ട്. 6 എപ്പിസോഡ് വൈസ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എനിക്കൊന്നും ചെയ്യേണ്ട, ഞാൻ മറ്റേ ഡിലീറ്റ് ചെയ്ത പോർഷൻസ് എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ നിന്നെല്ലാം എടുത്ത് തിരിച്ചു വെച്ചാൽ മാത്രം മതി. ക്ലിഫ് ഹാങ്ങേഴ്സ് എല്ലാം ഇപ്പോൾ ഉള്ള എല്ലാ ക്ലിഫ് ഹാങ്ങേഴ്സും ഉണ്ടായിരുന്നു ആ സിനിമയിൽ. എല്ലാം കൃത്യമായി അങ്ങനെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ട്വീക്ക് ചെയ്യേണ്ടി വന്നത് ഡ്യൂറേഷനാണ്. 30 മിനിറ്റിൽ എന്നുള്ളൊരു സംഭവം എത്തിക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ ചില എപ്പിസോഡിൽ ആ ചെറിയ വലിക്കൽ വന്നിരിക്കുന്നത് ഒരു 5 മിനിറ്റ് ചുമ്മാ കളയായിരുന്നു എപ്പിസോഡിലൊക്കെ. പക്ഷെ ആ 30 മീറ്റ് ചെയ്യണം എന്നുള്ളൊരു റിക്വയർമെന്റ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സിനിമ എഴുത്തും വെബ് സീരീസ് എഴുത്തും എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഒരു മേജർ ഡിഫറൻസ് എന്താ ശരിക്കും? ഇതിലിപ്പോ രണ്ടും ഏതാണ്ട് സിമിലർ ആയിട്ടാണ് എഴുത്ത് പോയിരിക്കുന്നത് അല്ലേ? എഴുത്തില് എനിക്കങ്ങനെ അത്രയും ആയിട്ട് പറയാൻ അറിയില്ല. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ ക്ലിഫ് ഹാങ്ങർ ചെയ്യാന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ 40ാമത്തെ മിനിറ്റിൽ ക്ലിഫ് ഹാങ്ങർ വെക്കാം, അടുത്ത എപ്പിസോഡിൽ 35ാം മിനിറ്റിൽ വെക്കാം. ഇത് എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇതുവരെ വന്നിരിക്കുന്ന പല വെബ് സീരീസുകളിലും അവര് പറയുന്ന ഒരു ഡ്യൂറേഷനിലേക്ക് ഇത് വെട്ടിക്കുറയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അല്ല ഫൈനൽ കോൾ. ഞാനൊരു 45 മിനിറ്റ്സിൽ ഇത് ക്ലിഫ് ഹാങ്ങർ ഗംഭീരമായിട്ട് കൊണ്ട് വെച്ചിട്ട് അവർ പറയാണ് എപ്പിസോഡ് 35ലേക്ക് ചുരുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവത്തില്ല. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കളയുമ്പോൾ കുറെ ഇമോഷൻ പോവും, കണക്ഷൻ മിസ്സാവും. അപ്പം എന്നെ സംബന്ധിച്ച് ഇതൊരു 30 മിനിറ്റ്സ്, 30 എന്തായാലും കുറയ്ക്കാൻ പറയില്ല, കൂട്ടാനും പറയില്ല. അപ്പൊ 30ലേക്ക് ക്ലിഫ് ഹാങ്ങർ എത്തിക്കുന്ന അതെനിക്ക് പേഴ്സണലി ഒരു ചാലഞ്ച് ആയിരുന്നു. ഒന്നത്. പിന്നെ വെബ് സീരീസിൽ എഴുതുമ്പോൾ ഡെഫിനറ്റ്ലി വേറൊരു സ്വാതന്ത്ര്യം ഉള്ളത്, നേരത്തെ തീരുന്ന എപ്പിസോഡിന്റെ അടുത്ത സീൻ, അടുത്ത കമ്മിങ് എപ്പിസോഡിന്റെ ബിഗിനിങ് സീൻ ഇതിന്റെ കണ്ടിന്യൂവേഷൻ തുടങ്ങണമെന്ന് നിർബന്ധമില്ലല്ലോ. അതൊരു ഭയങ്കര ഫ്രീഡം ആണ്. കണ്ടിന്യൂറ്റി ഇഷ്യൂ ഇല്ല. വേറൊരു ബി സ്റ്റോറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ടൈറ്റിൽ സീക്വൻസിലേക്ക് വന്നപ്പോൾ അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാനും അങ്ങനെ മാറ്റി എഴുതാനൊക്കെയുള്ള സ്വാതന്ത്ര്യം സീരീസിനുണ്ട്. ഇതാണ്. പിന്നെ ഇപ്പൊ നീരജ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, അതായത് വെബ് സീരീസിലേക്ക് വരുമ്പോൾ ഡയലോഗിനിടയിലുള്ള സ്പേസ് ചിലപ്പോൾ സിനിമയായി കട്ടായി പോകും. സീരീസ് ആകുമ്പോൾ അതൊക്കെ അങ്ങനത്തെ ഒരു സ്പേസിങ് എടുക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം, അത് റൈറ്റിംഗ് വരുന്നതല്ല, എന്നാൽ പോലും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പിടിക്കാനുള്ള സ്വാതന്ത്ര്യം സീരീസിനുണ്ട്. സിനിമയ്ക്ക് അത് വർക്കാവില്ലല്ലോ. ഇപ്പം മലയാളത്തിൽ ഇപ്പോൾ ഒറിജിനൽ സീരീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത് 2023 ആദ്യം ഈ കേരള ക്രൈം ഫയൽസ് ഹോട്ട്സ്റ്റാറിൽ തന്നെ റിലീസ് ആവുമ്പോഴാണ്. 2 വർഷമായി. പിന്നീട് ഇപ്പോൾ സോണി ലിവ് ഒറിജിനൽ സീരീസ് എഴുതുന്നുണ്ട്. ഇപ്പോൾ 1000 ബേബീസിന്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ഡയറക്ടർ പറയുന്നു, ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പടം പിച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറിനെ പിച്ച് ചെയ്യുന്നു, ഒരു ആക്ടറിന്റെ ഡേറ്റ് കിട്ടുന്നു എന്നുള്ളൊരു കൺസർവേറ്റീവ് ഒരു പ്രോസസ്സ് അല്ല, ഒരു കൺവെൻഷണൽ പ്രോസസ് അല്ലല്ലോ. ഇതൊരു കോർപ്പറേറ്റിന്റെ ഒരു ഇതുണ്ട്, ഒരു ഇടപെടലുണ്ട്. പക്ഷെ അത് അറ്റ് ദ സെയിം ടൈം അത് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ വർക്ക് ഒരു ഭയങ്കര റീച്ച് വരും, പാൻ ഇന്ത്യ ലെവലിൽ ഒരു റീച്ച് വരും, പല ഭാഷയിൽ നമുക്ക് ഇറക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ. ഈ സ്ക്രിപ്റ്റ് ഇപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഉറപ്പായൊരു റിവ്യൂയിങ് ബോഡി ഉണ്ടാവല്ലോ. സ്ക്രിപ്റ്റ് റിവ്യൂയിങ് തൊട്ടൊരു ഷൂട്ട് വരെയുള്ള ഈ പിച്ചിങ് പ്രോസസ്സ് എങ്ങനെ ശരിക്കും അത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ? ഓർമ്മയുള്ളത് മാത്രം കാരണം ഞാൻ സ്പെസിഫിക് ആയിട്ട് ജസ്റ്റ് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ള, ഇപ്പോൾ അതിൽ പറഞ്ഞിപ്പോൾ ഫ്ലെയേഴ്സ് അല്ലെങ്കിൽ മറ്റേ ഗ്രെയിൻസ് ഒന്നും നമുക്ക് OTT പ്ലാറ്റ്ഫോമിലാവുമ്പോൾ ഉറപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഒരു മൈന്യൂട്ട് സെക്കൻഡ് പോലും ഓഡിയൻസിന്റെ ഒരു അറ്റൻഷൻ പോയാൽ അവർക്ക് അത്രയും ഭയങ്കര സ്പെസിഫിക്കേഷൻ ഉണ്ടല്ലോ, ഒരുപാടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ പിച്ചിങ് പ്രോസസ് ആണോ അറിയേണ്ടത് അതോ ഇതിനകത്ത് വരുന്ന ഡിഫറൻസ് ആണോ? ഇല്ല, പിച്ചിങ് പ്രോസസ് ആണ്. പിച്ചിങ് പ്രോസസ് ആണെങ്കിൽ എനിക്ക് ഓർമ്മയുള്ളത്, ഇത് തുടങ്ങിയ കുറെ കാലമായല്ലോ. അതായത് കഥ
2-3 ലെയറിൽ നമ്മൾ നറേറ്റ് ചെയ്യണം. ആ നറേഷൻ കേൾക്കുന്നവർക്ക് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നോക്കുന്നത് കഥയുടെ ഫ്ലോയും സബ്ജക്റ്റ് ഓഫ് കോഴ്സ് ക്ലിഫ് ഹാങ്ങേഴ്സ് എല്ലാം കൃത്യമായിട്ടുണ്ടോ, അത് ഈ എപ്പിസോഡിൽ നിന്ന് അടുത്ത എപ്പിസോഡിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് ഇതിനെ മലയാളത്തിൽ ഇംഗ്ലീഷിലുമായിട്ട് 1/2 പേജ് 1.5 പേജ് ബ്രീഫ്, എപ്പിസോഡ് വൈസ് ബ്രീഫ്, എപ്പിസോഡ് വൈസ് അത് മലയാളം ഇംഗ്ലീഷ്, എപ്പിസോഡ് വൈസ് വിത്തൗട്ട് ഡയലോഗ്സ് സ്ക്രിപ്റ്റ് വിത്ത് ഡയലോഗ്സ്, അങ്ങനെ ഒരു 5-6 ഡെലിവറബിൾസ് ഉണ്ട്. ഇതെല്ലാം അപ്രൂവ് ആയി കഴിഞ്ഞാൽ മാത്രമേ, പിന്നെ ഇത് അപ്രൂവ് ചെയ്യാന്ന് പറയുന്നത് സിനിമയിലാണെങ്കിൽ നമ്മൾ മാത്രമേ തീരുമാനിക്കാനുള്ളൂ. പരമാവധി പോയാൽ ഒരു സ്റ്റാർ വന്നാൽ പുള്ളി അഭിപ്രായം പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഓഫ് കോഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ക്രൂ. പക്ഷെ അതെല്ലാം നമ്മുടെ ഒരു സർക്കിളിനകത്തുള്ളതല്ലേ. ഇത് ഈ പറയുന്ന മലയാളം, കൊച്ചി, മുംബൈ, ചെന്നൈ എന്നൊക്കെ പറയുന്ന എല്ലായിടത്തും ഉള്ള ഒരു എൻറ്റയർ കോർപ്പറേറ്റ് ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പൊ അതിനകത്ത് അവർക്ക് ലീഗൽ ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ബേസിക്കലി ലീഗൽ ഇഷ്യൂസ് തന്നെയാണ്. അങ്ങനെ വർക്കാവാൻ സാധ്യതയില്ലെന്ന് അവർക്ക് ജഡ്ജ്മെന്റ് എടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. ഷൂട്ടിങ്ങിലേക്ക് വരുമ്പോൾ ഇത് SNB എന്ന് പറഞ്ഞൊരു ലോഗോ ഉണ്ട് ഇവർക്ക്. അതായത് നമ്മൾ ഫ്രെയിം ടു ഫ്രെയിം ഇവർ ചെക്ക് ചെയ്യും. ഓരോ ഫ്രെയിം നിർത്തിയിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടോ, ദൂരെ ഇരിക്കുന്ന TV സൂം ചെയ്യുമ്പോൾ അതിനകത്ത് കാണിക്കുന്ന ക്രിക്കറ്റ് മാച്ച് നമുക്ക് റൈറ്റ്സ് ഉള്ളതാണോ, ഇതൊരു ടെക്നിക്കൽ സൈഡിൽ പ്രോബ്ലം പോകും. അല്ലാതെ ഈ ഓഡിയൻസിന്റെ വ്യൂയിങ് എങ്ങനെയാന്നുള്ളത്, ഫോർ എക്സാമ്പിൾ ഒരു പരിധിക്ക് അപ്പുറം വൈഡ് സമ്മതിക്കത്തില്ല, ഫ്ലെയേഴ്സ് സമ്മതിക്കത്തില്ല. ഫോണാണെങ്കിൽ വാട്സാപ്പിന്റെ ഇന്റർഫേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ഫോൺ നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, കാറിന്റെ നമ്പർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ ഇതെല്ലാം അവെയർ ആയിരിക്കണം. റോഡിൽ കൂടെ പോകുന്ന ഒരു സ്വിഗ്ഗി പാസിംഗിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മാറ്റി, അപ്പൊ അങ്ങനത്തെ ബ്രാൻഡിങ് എല്ലാം ഒഴിവാക്കണം. അങ്ങനെ എനിക്ക് ഓർമ്മ ഒരുപാട്. അതായത് നമ്മൾ സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലുപരി ഇതും കൂടെ നമ്മൾ ചെയ്യണം. ഷൂട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ എത്ര മീറ്റിംഗ് ഉണ്ടായിരുന്നു? മീറ്റിംഗ് രഞ്ജിതേട്ടനായിരുന്നല്ലോ പ്രൊഡ്യൂസർ. പുള്ളി ഇതിനകത്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു വലിയ സെറ്റ് ഓഫ് പരിപാടികൾ ഞാൻ ഇന്നും അറിഞ്ഞിട്ടില്ല. എന്റെ PPT ആണെന്ന് തോന്നുന്നു, പിന്നെ മെയിലയപ്പോട് അതൊക്കെ പുള്ളി തന്നെ അത് കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്തു. പക്ഷെ ഉണ്ട്, ഒരു പ്രോപ്പർ കോർപ്പറേറ്റ് വേൾഡ് ഉണ്ട്. അപ്പോൾ പക്ഷെ പറഞ്ഞ പോലെ അതിന്റെ ഗുണമെന്ന് പറയുന്നത്, പക്ഷെ ഞാൻ പിന്നെ വേറൊരു കാര്യം ഞാൻ എടുത്ത് പറയട്ടെ, ഇതൊക്കെയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഇവരുടെ ജഡ്ജ്മെന്റ്സ് പലപ്പോഴും കറക്റ്റ് ആണെന്ന് എനിക്ക്, കാര്യം അത്രയും അവർ വെൽ റിസർച്ച്ഡ് ആണ്. ചില കാര്യം അതെ, ചില കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ഇപ്പൊ ഒരു പോസ്റ്റർ ആണെങ്കിൽ പോലും എനിക്ക് വർക്ക് ആവുന്നത് അവർക്ക് വർക്ക് ആവത്തില്ല. അപ്പൊ ഞാൻ ഡയറക്ടർ അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡിൽ ഇരിക്കുന്നതിന് എനിക്ക് ആ പോസ്റ്റർ ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവര് ഫൈനൽ അപ്രൂവൽ തരണമല്ലോ. പക്ഷെ ആലോചിക്കുമ്പോൾ പോസ്റ്ററിന്റെ കാര്യം അവർ പറയുന്ന പോസ്റ്റർ വർക്കാണ്. അപ്പൊ ഇത് അവർക്ക് അതൊക്കെ അത്രയും മീറ്റിംഗ് വിളിച്ചു കൂട്ടി അത് അത്രയും അവര് അനലൈസ് ചെയ്തിട്ടാണല്ലോ തീരുമാനത്തിലെത്തുന്നത്. ആ പ്രോസസ്സ് കൗതുകം ഉണ്ടാക്കുന്ന ഒന്നാണ്. സീരീസിലൊക്കെ വീണ്ടും വരികയാണെങ്കിൽ ഇപ്പൊ നീരജിന്റെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കത് ഒരു ബ്രില്യൻ കാസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നീരജ് ഒരുപാട് കാലമായിട്ട് മലയാളത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. ഇപ്പൊ റാപ്പറായിട്ട് നീരജ് ഇപ്പൊ NJ എന്നൊക്കെ ഉള്ളൊരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴും നീരജിന്റെ ഓൺ സ്ക്രീൻ ഇപ്പൊ ഈ ഒരു റിലേറ്റബിൾ നീരജ് മാധവ് എന്നുള്ള ഒരു റിലേറ്റബിൾ ഫേസ് കുറേ നാളായി മലയാളത്തിൽ കണ്ടിട്ട്. ഇപ്പോൾ ഇദ്ദേഹം ഫാമിലി മാൻ പോലുള്ള സീരീസോ അല്ലെങ്കിൽ തമിഴിലോട്ടൊക്കെ പോകുമ്പോൾ ആളുകൾക്ക് എപ്പോഴും ഇയാളെ മലയാളത്തിലേക്ക് വീണ്ടും വിളിച്ചാൽ വരുമോ എന്നുള്ളൊരു കൺസേൺ ഒക്കെ ഉണ്ടാവും. നീരജിലേക്ക് ഈ കാസ്റ്റ് എത്തിക്കുന്ന ആ തീരുമാനം എങ്ങനെയായിരുന്നു അതിന്റെ? അതായത് ഞാൻ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും പുതിയത് വേണം എന്ന് തീരുമാനിച്ചായിരുന്നു, അച്ഛനമ്മമാരെല്ലാം വെബ് സീരീസ് ആയതുകൊണ്ട്. ആ ഫ്രഷ്നെസ് എന്നുള്ളൊരു ഫാക്ടർ നീരജ് എന്ന് ചോദിച്ചാൽ മെയിൻ എന്നെ നീരജിലേക്ക് എത്തിക്കുന്ന ഒരു കാരണം പ്രോ പറഞ്ഞ പോലെ നീരജിന് അങ്ങനത്തെ ഒരു ഇമേജ് ഇല്ല ഓഫ് സ്ക്രീൻ. നീരജ് വേറൊരു ഇമേജിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ നീരജിന് ഉണ്ടായിരുന്ന ഈ ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് കുറച്ച് നാളായിട്ട് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് പുള്ളി പിടിക്കുന്നുമില്ല. അപ്പോൾ ഈ ക്യാരക്ടറിൽ നമുക്ക് പല ആർട്ടിസ്റ്റുകളെയും നമുക്ക് കാണാം, പക്ഷെ അവർ വന്നതിനകത്തൊരു പുതുമയില്ല. അപ്പൊ ഞാനത് ആരെ കാസ്റ്റ് ചെയ്താൽ നായകനൊരു ഫ്രഷ്നെസ് തോന്നും എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് തോട്ട്. അപ്പൊ എനിക്ക് നീരജിന് ഓർമ്മ വന്നു. കാര്യം നീരജിന് നമ്മള് പക്ഷേ വേറൊരു കാര്യമുണ്ട്, നീരജ് ചെയ്ത സുന്ദരി ഗാർഡൻസ് എന്നൊരു പടം ഉണ്ടായിരുന്നു സോണി ലിവില്. എനിക്ക് അതിനകത്ത് നീരജ് പിടിച്ച മീറ്റർ പേഴ്സണലി വർക്കായി. അപ്പൊ അത് ഇപ്പൊ നമുക്കിങ്ങനെ പുതുമ വേണമെന്ന് ആഗ്രഹം വന്നാലും അത് ചെയ്യുന്നൊരു ആക്ടറും കൂടെ വേണമല്ലോ. അപ്പം നീരജ് ആ പടം ചെയ്തതിനകത്ത് ഞാൻ കൺവിൻസ്ഡ് ആണ് നീരജ് മീറ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ കോൺഫിഡൻസ് ആയി നീരജിലേക്ക് എത്തിയാൽ ഇത്
നീരജ് ഓക്കെ ആണെങ്കിൽ സാധനം പല വർക്കൗട്ട് ആക്കാം എന്നുള്ള കോൺഫിഡൻസ്. പക്ഷെ വൈ നീരജ് എന്നുള്ളത് ഇത് തന്നെയാണ് കാരണം. നീരജ് പുതുമയായിരിക്കും എന്ന് തോന്നിയിട്ടാണ്. ഈ അജു ചേട്ടന്റെ ക്യാരക്ടർ ആ ഒരു ആർക്കായാലും ഇപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ഫസ്റ്റ് 2 എപ്പിസോഡൊക്കെ ഇത് കാണുമ്പോഴും നമ്മൾ ഓക്കെ നായകന്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ ട്രാക്ക് ആയിരിക്കും അജു ചേട്ടൻ്റെ എന്ന് നടത്തുന്ന ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ടല്ലോ അവസാനത്തോടെ അടുപ്പിച്ച്. ഈ ട്രാക്കൊക്കെ ആദ്യ എഴുത്തിൽ തന്നെ ഈ ക്ലോഷറിലേക്ക് ഈ ഒരു ട്രാക്ക് വരണം എന്നുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അതൊരു കേക്ക് തോന്നിയായിരുന്നു. സൈഡ് ട്രാക്ക് ആയിട്ട് ഷിഫ്റ്റ് സംഭവിച്ചാൽ കഥ കംപ്ലീഷൻ സംഭവിക്കുകയും മറ്റേ ആളുടെ പരിപാടി എങ്ങും ഇല്ലാതായി പോവുക എന്നുള്ളത് അത് അങ്ങനെ തന്നെ പിടിക്കാൻ തീരുമാനിച്ചതാണ്. ആദ്യത്തെ ഡ്രാഫ്റ്റിൽ കഴിഞ്ഞപ്പോഴേ ഐഡിയ വന്നു അങ്ങനെ തന്നെ ചെയ്യാം. ആദ്യത്തെ ഡ്രാഫ്റ്റിൽ വെരി ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ പപ്പന്റെ കല്യാണം ഇല്ലായിരുന്നു. പപ്പന്റെ കല്യാണം കാണിക്കുന്നുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഡ്രാഫ്റ്റ് എത്തിയപ്പോ ഇത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി വായിച്ചോണ്ട് എനിക്ക് മനസ്സിലാക്കി ഇത് ഇങ്ങനെ പിടിക്കാൻ പപ്പന്റെ കഥയാക്കി മാറ്റുന്ന പോലെ. പപ്പന്റെ കഥയല്ല, പക്ഷെ പപ്പൻ വിശ്വസിക്കുന്നത് പപ്പന്റെ കഥയാണെന്നാണ്. അപ്പൊ അങ്ങനെ ചെയ്യാന്നത് ആദ്യമേ, കാരണം തുടക്കവും ഒടുക്കവും നരേഷൻ തുടങ്ങുന്നതും പപ്പനിൽ നിന്നാണ്, ഒടുക്കവും പപ്പനിലേക്കാണ്. ഈ തിയേറ്റർ വ്യൂയിങ് OTT വ്യൂയിങ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇന്നലെ ഇപ്പോൾ ഓസ്കാർ വേദിയിൽ വെച്ച് തന്നെ ഷോൺ ബെക്കർ പറയുന്നൊരു സാധനമാണ്, ഫിലിം മേക്കേഴ്സ് എപ്പോഴും തിയേറ്ററിന് വേണ്ടി സിനിമ സൃഷ്ടിക്കാൻ നോക്കണം. കാരണം തിയേറ്ററിലേക്ക് ആളുകളെ എത്തിക്കാൻ ഭയങ്കര ഒരു നമ്മൾ പറയുന്നത് ഹെർക്കൂലിയൻ ടാസ്ക് നേരിടുന്ന ഒരു സമയത്താണല്ലോ. എന്നാലും ഈ OTT എന്ന് പറയുന്നത് നമ്മൾ നേരെ സംസാരിച്ച പോലെ ഭയങ്കര വലിയ ബിസിനസ്സാണ്. അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും തൊടാതെ പോകാൻ പറ്റില്ല. അത് ഗ്രാബ് ചെയ്യാം ആ ഓപ്പർച്യൂണിറ്റിന്ന് ഉറപ്പായിട്ട് ഒരു ഫിലിം മേക്കർ വിചാരിക്കുള്ളൂ. തിയേറ്ററിന് വേണ്ടി സിനിമ ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിൽ വിഷ്ണുവിന് പേഴ്സണലി സ്പെഷ്യൽ ആണോ? ഡെഫിനറ്റ്ലി. ഞാൻ അടുത്തത് ഞാൻ പറഞ്ഞ വൺ ലൈൻ തീർന്നിരിക്കുന്നു എന്ന് പറയുന്നത് തിയേറ്ററാണ്. അതിനകത്ത് വേറൊരു ഹൈ ഉണ്ട്, വേറൊരു കിക്ക് ഉണ്ട് ഡെഫിനറ്റ്ലി. കാര്യം ഇതിന്റെ പ്രിവ്യൂ ഷോ വെച്ചപ്പോ 4 എപ്പിസോഡ് നമ്മൾ കാണിച്ചേ. അപ്പൊ അവിടെ ഇരുന്ന എല്ലാ ആളുകളും കൂട്ടത്തിൽ ഇരുന്ന് ചിരിക്കുന്ന ആ ഹൈ അതായിരുന്നു എനിക്ക് ഈ വെബ് സീരീസ് ഇറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ഹൈ. കാര്യം അത് നമ്മൾ എല്ലാവരും പറയുകയും ചെയ്തു. ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. ഞാൻ ഫ്രണ്ട് വഴി ഇറങ്ങി ബാക്കിൽ കയറി ഞാൻ ബാക്കിൽ പോയി നിന്നു. കാര്യം അത് അപ്പോഴേ കിട്ടുള്ളൂ. ഈ പ്രിവ്യൂ കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ചിരിക്കുന്നുണ്ടോ ചിരിച്ചില്ല എന്നുള്ളത് നമ്മൾ കാണുന്നില്ലല്ലോ. ആ ഹൈ ഇസ് ഡെഫിനറ്റ്ലി ദ ഹൈ. അത് അപ്പൊ എനിക്ക് പേഴ്സണലി പറയുന്ന പോലെ വെബ് സീരീസിന് കൺവീനിയൻസ് എന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ ഇതുപോലത്തെ ഒരു കഥ ഞാൻ ഒരിക്കലും തിയേറ്ററിൽ ഇറക്കിയാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വീകാര്യത കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല. കാര്യം ആൾക്കാര് ഏത് തിയേറ്ററിൽ പോയി കാണണം, ഏത് വീട്ടിലിരുന്ന് കാണണമെന്ന് കൃത്യമായി വേർതിരിച്ച് കാണുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു കാര്യം, ഇത് ഞാൻ വെബ് സീരീസിലേക്ക് പിച്ച് ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞതിനുപരി ആ സമയത്ത് എന്താണ് വെബ് സീരീസിന്റെ അല്ലെങ്കിൽ ഇത് എങ്ങോട്ടാ പോകുന്നത്, ഇതിന്റെ ഒരു സാധ്യത എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിന്റെ ഇനീഷ്യൽ ഫേസിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്ത് അത് വർക്ക് ആവുകയാണെങ്കിൽ നമുക്ക് നാളെ ആ വാതിൽ തുറക്കാൻ ചിലപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. വി നെവർ നോ നാളത്തെ ഫ്യൂച്ചർ ഇത് മാത്രമാണോ അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുമോ, വി നെവർ നോ. അപ്പൊ അതാണ് ഞാൻ മെയിനായിട്ട് അവസരം വന്നപ്പോൾ പിന്നെ അവസരം വന്നപ്പോൾ ഞാൻ ഗ്രാബ് ചെയ്യുന്നുള്ളതിലല്ല കാര്യം. അവിടെ മലയാളത്തിലുള്ള ഒരു എല്ലാ പ്രൊഡക്ഷൻ ഹൗസും ആക്ടേഴ്സും ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എല്ലാം പിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്കൊരു അവസരം കിട്ടുന്നത് നമ്മുടെ കഥ വർക്കാവുന്നത് കൊണ്ടാണ് അവർക്ക്, അല്ലെങ്കിൽ അവർക്ക് ഇതിനകത്ത് റോം കോം സ്പേസ് ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ്. ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാന്നുള്ളതാണ്. വാശിയുടെ കാര്യത്തിലാണെങ്കിലും ഇതിലും ഒരു കോമൺ ഗ്രൗണ്ട് ഉണ്ടല്ലോ. അതായത് ഞാൻ ഫീൽ ഗുഡ് എന്നുള്ള ടാഗ് ഉപയോഗിക്കുന്നില്ല, ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഡ്രാമ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്. ഉറപ്പായിട്ടും രണ്ടിലും കോൺഫ്ലിക്ട് പോയിന്റ് ഡിഫറെൻ്റ് ആണ്, ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആണ്, ഹ്യൂമർ ഡിഫറെൻ്റ് ആണ്, എല്ലാം ഉണ്ട്. എന്നാൽ ഈ പറഞ്ഞ ഒരു മൂഡ് ഭയങ്കര സിമിലർ ആണല്ലോ. വിഷ്ണുവിന് പേഴ്സണലി ഇപ്പൊ ഈ കാണാൻ ഇഷ്ടപ്പെടുന്നതും മേക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും ഒക്കെ ഈ രീതിയിലുള്ള ഒരു അല്ല. ഇത് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഇത് വാശിയുടെ പാരലി ഡെവലപ്പ് ചെയ്ത കഥയാണ്. മറ്റത് നടക്കുന്നില്ലെങ്കിൽ ഇത് ചെയ്യാം എന്ന് വിചാരിച്ചതാണ് സത്യം പറഞ്ഞത്. അപ്പോൾ തുടക്കത്തിൽ ഒരു ഫാമിലി ഡ്രാമ പിടിക്കാമെന്ന് വിചാരിച്ചാണ്. ഇതെല്ലാം തീർത്ത് വെക്കുന്ന സമയത്ത് വാശി ഓണായി. അപ്പൊ പിന്നെ എനിക്ക് ഒരേപോലത്തെ 2 മൂഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എനിക്ക് ഈ കഥ പേഴ്സണലി ഇതൊരു വാശി കഴിഞ്ഞിട്ട് ഒരു കുറേ കാലം ഞാനിത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഈ കഥ എന്തിനാ ഞാൻ ചെയ്യുന്നത്, ചെയ്യണോ ചെയ്യണ്ട എന്ന് തീരുമാനിക്കുക. നെക്സ്റ്റ് ഡേ ചെയ്യണമെന്ന് തോന്നും, ഓക്കെ എന്നാ ചെയ്യാം, അടുത്ത ദിവസം ഇത് ചെയ്യണമെന്ന് തോന്നും. അപ്പൊ ഇത് ചെയ്യണോ വേണ്ട കാര്യം വേറെയും കഥകളുണ്ട്, വേറെ ത്രെഡുകളുണ്ട് ഡെവലപ്പ് ചെയ്യാൻ, വേറെ ജോണറുണ്ട്. അപ്പൊ ഒരേ ജോണറിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരേ സ്വഭാവമുള്ള ഒരേ ഫ്ലേവർ ഉണ്ട്. അപ്പോ പക്ഷെ എനിക്ക് വിടാൻ തോന്നുന്നില്ല. അപ്പൊ എന്നാൽ ഇത് അങ്ങനെ ഒരു പോയിന്റ് എത്തി ഇത് വേണ്ട എന്നൊക്കെ വെക്കുന്ന സമയത്താണ് പിന്നെ വേറെയും പോയിന്റ്സ് കൺസിഡർ ചെയ്യാനുണ്ട്. തിയേറ്ററിലേക്ക് റോം കോം ഇത് ഇന്ന് ഞാൻ തീരുമാനിച്ചത് എന്തെങ്കിലും ആർട്ടിസ്റ്റ് വന്ന് ഷൂട്ട് ചെയ്ത് ഇറക്കുന്ന അന്ന് തിയേറ്ററിലെ അവസ്ഥ എന്താണ്, ആരെങ്കിലും കാണും. അപ്പോൾ അങ്ങനെ അതും കൂടെ വന്നപ്പോൾ വിട്ടുപിടിക്കാം
പക്ഷെ എനിക്ക് കഥ ഇഷ്ടമാണ്, ഈ ക്യാരക്ടേഴ്സിന് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അപ്പൊ കൃത്യമായി ആര് വരുന്നു, ഹോട്ട്സ്റ്റാർ വരുന്നു. അപ്പൊ അതാണ് ഞാൻ നേരെ അങ്ങോട്ട് ചാടിയത്. പക്ഷെ ഇത് ഇങ്ങനെ ഈ ഒരേ സ്വഭാവം വന്നത് ഇത് രണ്ടും എന്റെ ആദ്യത്തെ സിനിമ ആയേക്കാം എന്നുള്ള ധാരണയിൽ ബിൽഡ് ചെയ്ത കഥ ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷെ എന്നാലും വാശിയുടെ കാര്യത്തിൽ കോൺഫ്ലിക്ട് പോയിന്റ് ഭയങ്കര ഹുക്കിംഗ് കോൺഫ്ലിക്ട് പോയിന്റ് ആണല്ലോ. അതായത് ഒരു കേസ് വരുന്നു, അതിൽ എതിർകക്ഷികളെ രണ്ടുപേരും ആ ഒരു കോൺഫ്ലിക്ട് പോയിന്റ്. ഇപ്പോൾ ഒരു പടം തുടങ്ങി ഒരു അരമണിക്കൂറിൽ ആ ഒരു കോൺഫ്ലിക്ട് പോയിന്റ് ഉറപ്പായിട്ട് ഹുക്കിംഗ് ആണല്ലോ. ഇതിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു കോൺഫ്ലിക്ട് പോയിന്റ് ഇല്ലല്ലോ ഈ സീരീസിൽ. ഇതിന്റെ ഡെവലപ്മെന്റ് ഇപ്പോൾ രണ്ട് വർക്കാരും റൈറ്ററും കൂടെ ആയതുകൊണ്ട് ചോദിക്കുക, ഇതിന്റെ ഒരു ഇനീഷ്യലൊക്കെ ഈ കോൺഫ്ലിക്ട് പോയിന്റ് അല്ലെങ്കിൽ ഏത് ട്രാക്കാ തുടങ്ങിയത് ഈ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ സീരീസ്? റൊമാൻസ് ട്രാക്ക്. റൊമാൻസ്, ഈ ഗൗരി നീരജിന്റെ ഈ ഇങ്ങനത്തെ ഒരു ഭയങ്കര ഇൻസൈറ്റിംഗ് ഇവന്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹുക്ക് പോയിന്റ് ഇല്ല എന്നുള്ളത് എനിക്കും അറിയാം. അപ്പൊ ഞാനത് ഫോഴ്സ്ഫുള്ളി എന്ത് കയറ്റാനാണ് ഇതിനകത്ത് ഈ കഥ, അത് എന്ത് വന്നാലും അത് വർക്കാവത്തില്ല. അത് എല്ലാം വളരെ ഫോഴ്സ്ഡ് ആയിട്ടിരിക്കും. കുറേയൊക്കെ ആലോചിച്ച് നോക്കിയതാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കി ഈ കഥയ്ക്ക് ഇത് പറഞ്ഞിട്ടില്ല. ഈ കഥ ഇങ്ങനെ ക്യാരക്ടേഴ്സിലെ അവരുടെ കൂടെ ട്രാവൽ ചെയ്ത് പോകുന്ന ഒരു കഥ തന്നെയാണ്. ഇതൊക്കെയായിരുന്നു എനിക്ക് ഇത് വേണോ എന്നുള്ള കൺസേൺ ഉണ്ടായിരുന്നത്. പക്ഷെ എഴുത്തും ഇങ്ങനെ ഓർഗാനിക് ആയിട്ട് സീൻ ബൈ സീൻ എഴുതി പോകുന്ന ഒരു പ്രോസസ് തന്നെയായിരുന്നു ഇതിന്റെ. ഞാനങ്ങനെ ഓർഗാനിക് ആയിട്ട് സീൻ ബൈ സീൻ എഴുതാറേ ഇല്ല. സീൻ ഓർഡർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട്. ഇപ്പൊ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ 1 ലൈൻ തീർത്തു എന്ന് പറയുന്നത് ആ 1 ലൈൻ തീർക്കാൻ ഞാൻ 8 മാസം എടുത്തു. ഞാൻ ഓരോ ആൾക്കാർക്ക് ഓരോന്നാണ്. ഞാൻ കഥാപാത്രങ്ങളുടെ കൂടെ പോയിട്ട് അടുത്ത സീൻ എന്താന്ന് നോക്കാറില്ല. പ്ലാൻഡ് ആയിട്ട് ആ സീൻ ഓർഡർ ആക്കി വെച്ച് എടുക്കാവുന്ന എല്ലാ പണിയും ആ സീൻ ഓർഡറിൽ എഴുതി അതിനകത്ത് ട്വീക്ക് ചെയ്ത് അത് ഫൈനലൈസ് ചെയ്തിട്ട് ഞാൻ എഴുതും. ഡയലോഗ്സ് എഴുതാം, പിന്നെ ബാക്കി മാറ്റാന്നുള്ളത്. അപ്പോൾ ഈ എഴുത്തിന്റെ കൂടെ സഞ്ചരിക്കൽ ഇല്ല. പക്ഷെ ഈ കഥ ഞാൻ ഫോഴ്സ്ഫുള്ളിയൊക്കെ നോക്കിയത് അതിനകത്ത് എന്താ കോൺഫ്ലിക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അങ്ങനെ ഒരു ഹുക്ക് പോയിന്റ് കഥയിലില്ല, കഥാപാത്രങ്ങൾക്കും ഇല്ല. അപ്പൊ എനിക്ക് എന്റെ ബുദ്ധിയിൽ വരാത്തതായിരിക്കാം. പക്ഷെ ഇതിനാണെന്ന് തോന്നുന്നു എന്റെ ബ്യൂട്ടി. അടുത്ത എഴുത്ത് ഏത് ജോണറായിരിക്കും? മൂഡ് മാറ്റുന്നുണ്ടോ? ഇല്ല, ഇനി പിടിക്കുന്നില്ല. അടുത്തത് ത്രില്ലറാണ്. ത്രില്ലർ ആസ് ഇൻ ജോണർ ഷിഫ്റ്റ് ഉള്ള കഥയാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ജോണർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജോണർ മാറണം എന്നുള്ളത് അതൊരു എക്സ്പെരിമെന്റ് ആണ്. ഇമോഷണലി ഹുക്കിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഓറിയന്റഡ് ത്രില്ലർ എന്നൊക്കെയാണ് ഞാൻ ഇപ്പോൾ ക്യാരക്ടർ ഓറിയന്റഡ് ത്രില്ലർ. ഈ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ഇപ്പോൾ ഫീഡ്ബാക്ക് വരുന്നതിലൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വയലൻസ് എങ്ങനെ ഏതളവിൽ കാണിക്കാം അല്ലെങ്കിൽ ഏത് രീതിയിൽ കാണിക്കാം, ഇപ്പോൾ നടക്കുന്ന ഇൻസിഡൻറ്റും വെച്ച് സിനിമയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. അതിൽ കൗണ്ടർ ചർച്ച വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ആവേശമോ ഒരു കില്ലോ ഒരു അനിമലോ പോലുള്ള സിനിമകൾ ഇല്ലെങ്കിൽ ഇതൊരു നോ ക്രൈം റേറ്റ് സ്റ്റേറ്റ് ആവില്ലല്ലോ എന്നുള്ളൊരു കൗണ്ടർ ചർച്ച വരുന്നുണ്ട്. ഫീഡ്ബാക്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വയലൻസ് ഇല്ലാത്ത ഒരു സീരീസ് കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു? അങ്ങനെ ഒരുപാട് അഭിപ്രായം മെസ്സേജ് വരുന്നതിനകത്ത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ, അതായത് ഇപ്പം എന്റെയൊക്കെ പ്രായമുള്ളവരും എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരും പറയുന്നത് കണ്ടിരിക്കാൻ രസമുള്ള ഒരു സബ്ജക്ട് എന്നുള്ളതാണ്. കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ളവർ പറയുന്നത് വയലൻസ് ഇല്ലാത്തൊരു സബ്ജക്ട് കാണാൻ പറ്റിയ സന്തോഷം ഉണ്ടെന്നുള്ളത്. അപ്പോൾ വയലൻസ് എന്നുള്ള വേർഡ് ഒരുപാട് പേരുടെ മെസ്സേജുകളിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പല സിനിമകളുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞ് ഓരോ കാഴ്ചപ്പാടല്ലേ, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈ ഭാഷയുടെ മുമ്പ് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പൊ ഓപ്പൺ യുവർ മൈൻഡ് ഷോർട്ട് ഫിലിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു. എനിക്ക് ഈ വിഷയം സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം. എന്തൊക്കെ പറഞ്ഞാലും അത് വിഷ്ണുവിനെ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം അല്ല, അത് ചൊവ്വ ചെയ്യാനിരുന്നത്. ചൊവ്വ അനുവായിരുന്നു ചെയ്യാനിരുന്നത്. ചൊവ്വയ്ക്ക് ആ സമയത്ത് ABCD ഷൂട്ടാണെന്ന് തോന്നുന്നു വന്നത്. ആ സമയത്തായിരുന്നു ഫോർ ഹയർ. അങ്ങനെയാണ് നിങ്ങൾ എന്നെ ചെയ്യുന്നത്. പിന്നെ അവൻ അങ്ങോട്ട് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാ പിന്നെ എനിക്ക് അനു ചെയ്യാനിരുന്ന ക്യാരക്ടർ ഞാനും അങ്ങനെ സ്വിച്ച് ചെയ്തു. അനു ഫോർ ഹയറില് അനുമോഹനും അങ്ങനെ ഞാൻ അനു ചെയ്യാൻ ക്യാരക്ടർ ചെയ്തു, അനുവിനെ ടൊവി ചെയ്യാനുള്ള ക്യാരക്ടർ മാറ്റി. അങ്ങനെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ടൊവി ആയിട്ട് അപ്പൊ അന്നോട്ട് ഫ്രണ്ട്സ് ആണ്? അല്ല, ഞാൻ ചോദിക്കുന്നപ്പോ ഈ ഷോർട്ട് ഫിലിംസ് കഴിഞ്ഞിട്ട് ഈ വാശി വരെയുള്ള ഒരു കൊല്ലത്തിന്റെ ഒരു വർഷക്കണക്കിനൊരു താമസമുണ്ട്. അല്ല, ഷോർട്ട് ഫിലിം കഴിഞ്ഞിട്ട് ഞാനും കണ്ണൂർ സ്കോളർ റോബി രാജ് ഞങ്ങള് പരസ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് പരസ്യം ചെയ്തു. ഓൾമോസ്റ്റ് 10-12 വർക്കിനിടയിൽ നടന്നു. കോർപ്പറേറ്റ് വീഡിയോസും ആഡും ഒക്കെ. കോർപ്പറേറ്റ് വീഡിയോസ് ഇല്ല, ആഡ്സ്, മ്യൂസിക് വീഡിയോസ്. അങ്ങനെ ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു. പക്ഷെ എഴുത്തിലേക്ക് കടന്ന് ആദ്യമായിട്ട് എഴുതിയ സ്ക്രിപ്റ്റ് പാളലാണെന്നുള്ളത് മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എളുപ്പമുള്ള പരിപാടിയല്ല. ആദ്യം ഞാൻ പഠിക്കണം.
എഴുതാൻ പഠിച്ചിട്ട് ഇറങ്ങാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ആ സമയം എടുത്തതാണ്. എടുത്ത് വൃത്തിയാക്കുക എന്നുള്ള സമയമാണ് ഈ കണ്ടത്. അത് വേണമെന്ന് എനിക്ക് തോന്നുന്നു. എഴുത്ത് പാലായെന്ന് തിരിച്ചറിഞ്ഞ് എഴുതി കഴിഞ്ഞിട്ടാണോ ഫീഡ്ബാക്ക്? ഫസ്റ്റ് നറേഷനിൽ കഴിഞ്ഞത് എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് പാളി, ഇതല്ല ഇതൊരു പരിപാടി. നമ്മള് ഫസ്റ്റ് വരി മുതൽ ലാസ്റ്റ് വരി ദി എൻഡ് എന്ന് എഴുതുന്നതല്ല എഴുത്തെന്ന് പറയുന്നത്. എങ്ങനെ വേണോ നമുക്ക് എഴുതി തീർക്കാം. അത് 5-6 ഡ്രാഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നറേറ്റ് ചെയ്യാൻ പോയത്. അപ്പോഴും അത് വളരെ ബോറാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ തിരിച്ചറിവാണെന്ന് തോന്നുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവ്. പിന്നെ പഠിക്കുക എന്നുള്ളതാണ്. അത് എഴുതി തന്നെയാണ് ഓരോ ഡ്രാഫ്റ്റ് കഴിയുമ്പോൾ ഇതിലെ പ്രശ്നം എന്ത്, പ്രശ്നങ്ങൾ കുറയുമ്പോഴാണുള്ളത് വൃത്തിയാവുന്നത്. ഇപ്പം ഞാൻ എഴുതാൻ പോകുന്നുള്ള എന്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ 2 സിനിമയിലുള്ള പ്രശ്നങ്ങൾ അടുത്തതിൽ വരാതിരിക്കുക എന്നുള്ളതാണ്. പഠിക്കണമല്ലോ. അഭിനയം കരിയർ ആക്കാൻ ആഗ്രഹമുണ്ടോ? മറ്റേ ഫോർ ഹെയർ അഭിനയിച്ചുകൊണ്ടും കൂടെ ഞാൻ ചോദിച്ചേട്ടാ. അഭിനയം ഒരു പോയിന്റിൽ എനിക്ക് കോൺഫിഡൻസിന് സാധനം ഇല്ലായിരുന്നു അഭിനയത്തില്. ഇപ്പൊ കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ തേടി പോവാ എന്നുള്ള ഒരു ഹൈ ഇല്ല എനിക്ക്. അന്നാ ചെയ്യുമായിരിക്കും. കാര്യം ഇതിനകത്ത് ഉള്ള പ്രോസസ്സിൽ വന്ന കോൺഫിഡൻസ് ആണ്. അല്ല അങ്ങനെ വിളിച്ചാലും സന്തോഷം, വിളിച്ചില്ലെങ്കിലും സന്തോഷം. കാര്യം എന്റെ ഫുൾ ഫോക്കസ് ഇങ്ങോട്ടാണ്. സന്തോഷം കിട്ടുന്നത് ഇവിടെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും. ഇനി വരാനുള്ള വർക്കിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു.